പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 തിമോഥെയോസ് 1-2 പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പസ്തോലനായ പൗലോസ് തൻ്റെ സകല ലേഖനത്തിലും തൻ്റെ മക്കളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ പറയുന്ന ഒരു വേടത്രേ കൃപയും സമാധാനവും. ഇവിടെ ഇതാ താൻ തൻ്റെ നിജപുത്രനായ തിമോഥെയോസിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നു, നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ പ്രാപ്തരാക്കുന്നത്. അർഹിക്കാത്ത നന്മയ്ക്ക് നാം കൃപ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാം എങ്ങും ഏതും ചെയ്യണമോ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ വേണം. ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും കാര്യത്തിൽ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ നമുക്കവൻ്റെ കൃപ വേണം. കൃപയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-10 അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ജീവിതത്തെ എടുത്തു വച്ചിട്ട് താൻ ഒരു കാര്യം സമ്മതിക്കുന്നു, ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയത്. പ്രിയരെ, ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും പറയാൻ സാധിക്കുമോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയത്, എന്തെങ്കിലുമൊക്കെ നന്മ ലഭിച്ചത്, എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ തന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ ആരോഗ്യവും ഹല്ലേലൂയ നമ്മുടെ ബലവും ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ഈ രാവിലെ ഒന്ന് സമ്മതിക്കാൻ പറ്റുമോ? ഒന്ന് ഏറ്റുപറയാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങൾക്ക് കിട്ടിയ കഴിവ്, ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ അധ്വാനം കൊണ്ടോ ഞങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടോ ഒന്നും കിട്ടിയതല്ല, അത് അങ്ങയുടെ കൃപയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയുണ്ടോ അത് നമ്മെ തികഞ്ഞവരാക്കി മാറ്റും, നമ്മെ കൊള്ളാവുന്നവരാക്കി മാറ്റും. ദൈവത്തിൻ്റെ കൃപ മതി. ഏത് പ്രതിസന്ധിയിലും, ഏത് ബലഹീനതയിലും, ഏത് ജീവിതത്തിൻ്റെ ശോധനയിലും മുന്നേറാൻ ദൈവത്തിൻ്റെ കൃപ മതി. കൃപ വ്യാപരിച്ചാൽ സകലത്തിലും നിങ്ങൾക്ക് ജയത്തോടെ മുന്നേറാൻ സാധിക്കും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ കൃപയെ ഇത്ര വലുതായി കാണിക്കുന്നത്. കൃപയില്ലെങ്കിൽ നാം ഏതുമില്ല, നാം ഒന്നുമില്ല. നമുക്കതൊന്ന് സമ്മതിക്കാം, നമുക്കൊന്ന് ഏറ്റുപറയാം. ദൈവമേ, നീ ആക്കിയിരിക്കുന്ന ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ വേണം. 2 വേദപുസ്തകം പറയുന്നു സമാധാനം. ഹല്ലേലൂയ. ദൈവിക സമാധാനം അത്രയും നമ്മെ ജയത്തോടെ നടത്തുന്നത്. പ്രിയരെ, സമാധാനം ഹല്ലേലൂയ അനുഗ്രഹത്തിൻ്റെ ഒരു താക്കോല. ഹല്ലേലൂയ നല്ല പ്രോസ്പെരിറ്റിയുടെ ഹല്ലേലൂയ ഉയർച്ചയുടെ താക്കോല. സമാധാനമില്ലാത്തടത്ത് മുന്നേറാൻ പറ്റത്തില്ല. സമാധാനമില്ലാത്തടത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സമാധാനമില്ലാത്ത കുടുംബത്തിൽ ഒരു നല്ല പ്രവൃത്തി വെളിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പ്രിയരെ, നാം ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ പഠന സ്ഥലങ്ങളിൽ ദൈവിക സമാധാനം വരണം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും സമാധാനമില്ലെങ്കിൽ നന്നായി പഠിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി സ്കൂളുകളിൽ കലാപങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സമരങ്ങളും വരുമ്പോൾ നേരെ ഹല്ലേലൂയ പഠിപ്പിക്കാനോ നേരെ പഠിക്കാനോ പറ്റത്തില്ല. അവിടെ ഒരു സമാധാനത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഇല്ല. പ്രിയരെ, ഇത് ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ആവശ്യമത്രേ. ദൈവത്തിൻ്റെ സമാധാനം എല്ലാ നന്മയുടെയും സ്രോതസ്സ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിന് മാത്രമേ നമ്മെ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. നമ്മെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ആ സമാധാനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രിയരെ, നാം ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നാം ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് ഹല്ലേലൂയ നമുക്ക് സമാധാനമില്ലെങ്കിൽ സ്വസ്ഥതയായി ജോലി ചെയ്യാൻ, സ്വസ്ഥതയായി കൃഷി ഇറക്കാൻ, സ്വസ്ഥതയായി അധ്വാനിക്കാൻ, സ്വസ്ഥതയോടെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ സമാധാനത്തോടെ ഇരുന്ന് ജോലി ചെയ്യുന്നത്, ഞാൻ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കുന്നത്, ഞാൻ സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്
ലഭിക്കുന്നത് അങ്ങയുടെ വലിയ ദാനമാ, അത് ആത്മാവിൻ്റെ ഫലമാ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാ സമാധാനം. ഹല്ലേലൂയ, കർത്താവിൻ്റെ പേരാ സമാധാനത്തിൻ്റെ പ്രഭു. കർത്താവ് തരുന്ന സമാധാനമാ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ മറ്റേതിനേക്കാട്ടിലും ഉപരി നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സമാധാനമത്രേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഞാൻ അനുഗ്രഹിച്ച് പറയുന്നു, സമാധാനത്തോടെ കാര്യം ചെയ്യാൻ, സമാധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവത്തിൻ്റെ സമാധാനം വരട്ടെ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അസമാധാനത്തിൻ്റെ സ്പിരിറ്റിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ, വചനം പറയുന്നു, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. എന്നാൽ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഒരു ശാന്തതയുണ്ട്, ഒരു ദൈവിക സ്വസ്ഥതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ദൈവിക അനുഗ്രഹം വെളിപ്പെടും, ദൈവിക നന്മകൾ വെളിപ്പെടും. ഈ കുടുംബങ്ങൾക്കകത്ത് കൃപയും സമാധാനവും വരട്ടെ. ഇതാ മൂന്നാമതായി അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് കനിവ് വേണം, ദൈവത്തിൻ്റെ കനിവ് വേണം. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവിക സമാധാനത്താൽ ഒരു നന്മ ജീവിതത്തിൽ വന്നെങ്കിൽ ആ നന്മയ്ക്ക് നമ്മൾ അക്കൗണ്ടബിളാണ്, നാം കണക്ക് കൊടുക്കേണ്ടവരാ. എന്നാൽ കണക്ക് കൊടുക്കേണ്ട ദിവസത്തിൽ നാം നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ ലഭിച്ചവനോട് വളരെ ചോദിക്കും. ഹല്ലേലൂയ, വളരെ അടി കിട്ടാൻ, അതിന് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കർത്താവെ തന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. അത് ചെയ്യുക മാത്രമല്ല, നല്ല ദാസനെന്ന് വിളിക്കുന്ന ദിവസത്തിൽ ദൈവത്തിൻ്റെ കനിവെനിക്ക് വേണം, ദൈവത്തിൻ്റെ മനസ്സ് അലിവ് ഞങ്ങൾക്ക് വേണം, അവൻ്റെ അനുകമ്പ ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാവിലെ കനിവോടെ കൈകാര്യം ചെയ്യണം. കർത്താവേ, ഞങ്ങൾക്ക് വരാമാകുന്ന ശിക്ഷകളെ കർത്താവിൻ്റെ മേഴ്സിയിൽ, കർത്താവിൻ്റെ കരുണയിലൊന്ന് മായ്ച്ചു കളഞ്ഞ് ഞങ്ങളെ കൊള്ളാവുന്നവരാക്കണം. ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കരുണ വലിയതാ, പുതിയതാ. അതിനുവേണ്ടി നന്ദി പറയുന്നു. നാം മുടിഞ്ഞു പോകാത്തത്, നാം തകർന്നു പോകാത്തത് ആ കനിവ് കൊണ്ട, ആ കൃപ കൊണ്ട, ആ കരുണ കൊണ്ട. നന്ദി കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാകണം. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.